നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. NDA ക്യാമ്പിന് ആവേശമായി വികസിത കേരള മുദ്രാവാക്യമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA വന്നാൽ വികസനം ഗ്യാരണ്ടി എന്ന് മോദി. ഇടതു വലതു മുന്നണികളുടെ ഡീലാരോപണം BJPയുടെ വളർച്ചയെ ഭയക്കുന്നതിന് തെളിവെന്ന് പ്രധാനമന്ത്രി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ കേരളത്തിൽ. ആദ്യ പര്യടനം പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ, കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ പൊതുയോഗത്തിൽ പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനത്തിനായി എത്തും. മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ്. നുണേശ്വരാണോ നുണറായിയാണോ കൂടുതൽ യോജിക്കുന്നതെന്ന് നമുക്ക് കാണാമെന്ന് വെല്ലുവിളി. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്താൽ മാത്രം പ്രശ്നമെന്നും PDP LDFന് പിന്തുണ നൽകിയപ്പോൾ അവർ മതേതരവാദിയായി എന്നും സതീശൻ. വയനാട് കുന്നപ്പറ്റയിൽ കോൺഗ്രസ് ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കാത്തതിനെതിരെ DYFI പ്രതിഷേധം. ഭവന നിർമ്മാണ പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലത്ത് കുടിൽകെട്ടി സമരം സംഘടിപ്പിച്ച DYFI. സമരം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ നേതൃത്വത്തിൽ. വിദേശ സഹായ നിയന്ത്രണ നിയമ ഭേദഗതി ന്യൂനപക്ഷ സമുദായങ്ങളെ ഉന്നം വെച്ചുള്ളതെന്ന് കത്തോലിക്ക സഭ. കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നത് മതപരിവർത്തനം തടയാനെന്ന പേരിൽ. ചില ന്യൂനപക്ഷ മതങ്ങളിലേക്കുള്ള പരിവർത്തനം മാത്രമാണ് മതപരിവർത്തനമായി പരിഗണിക്കപ്പെടുന്നതെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVK അധ്യക്ഷൻ വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പെരുമ്പൂരിലും ജനവിധി തേടും. മത്സരം TVKയും DMKയും തമ്മിൽ മാത്രമെന്ന് വിജയ്. ലഹരിമുക്ത തമിഴ്നാടും 12ാം ക്ലാസ് മുതൽ PhD വരെയുള്ളവർക്ക് 20 ലക്ഷം രൂപ വരെ ഈടില്ലാത്ത വായ്പയും പ്രധാന വാഗ്ദാനങ്ങൾ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിച്ച അറബ് രാഷ്ട്രങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. യുദ്ധമുയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും നരേന്ദ്രമോദി. ആശങ്ക പടർത്തുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കേണ്ടതില്ലെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ഇറാനിൽ കരയുദ്ധത്തിന് ഒരുക്കം തുടങ്ങി അമേരിക്ക. ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്ന് ഹൂതികൾ. അമേരിക്കയുടെ വിമാനം തകർത്ത ഇറാൻ. ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമണം തുടർന്ന് ഇറാൻ. കോട്ടയം പാറക്കൽക്കടവിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. മരിച്ചത് തോട്ടയ്ക്കാട് കാവുങ്കൽ സ്വദേശി അനൂപ്. മൃതദേഹം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ. ഒപ്പമുണ്ടായിരുന്നവർ പരിക്കുകളോടെ ചികിത്സയിൽ. സുൽത്താൻ ബത്തേരി കൂടല്ലൂരിൽ വീട്ടുമുറ്റത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് കൂടല്ലൂർ കൈതവേലിയിൽ തങ്കമ്മയ്ക്ക്. ഇരുകാലുകൾക്കും പൊട്ടൽ. വാരിയലിന് പരിക്കേറ്റ തങ്കമ്മ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.